ഇന്ന് നമുക്ക് ബ്രിസ്ക്കറ്റ് കഴിക്കാൻ പോയ കഥ പറയാം. പക്ഷേ ഇത് ബ്രിസ്ക്കറ്റ് അല്ല കേട്ടോ. ബ്രിസ്ക്കറ്റ് വരുന്നതിന് മുമ്പ് ഒരു ഇൻഫ്യൂസ്ഡ് ചിക്കൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല സ്മോക്കി ചീസി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ബ്രെഡും പൊട്ടറ്റോ വെഡ്ജസും കാണും. നമ്മൾ 5 പേരുണ്ടായതുകൊണ്ട് നിമിഷങ്ങൾക്കൊക്കെ അത് തീർന്നു. പിന്നെ ബീഫ് ബ്രിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് 16 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തെടുത്ത ഐറ്റമാണത്. ഒരുപാട് വെയിറ്റിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐറ്റം എത്തി. മാക്ക് ആൻഡ് ചീസും പൊട്ടറ്റോ വെഡ്ജസും 2 ടൈപ്പ് ഡിപ്പും ബ്രെഡും പിക്കിളും എല്ലാം ചേർത്തിട്ടാണ് വരവ്. ഭയങ്കര മെൽറ്റിംഗ് ആണ് അതിൻ്റെ മണം. ഒട്ടും ച്യൂയിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഭയങ്കര സോഫ്റ്റായിരുന്നു. ആദ്യത്തെ പീസ് കഴിച്ചപ്പോഴത്തേക്കിനും ഞാൻ മെൽറ്റായിപ്പോയി. എനിക്ക് ആ മാക്ക് ആൻഡ് ചീസ് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. പേര് പോലെ തന്നെ നല്ല സ്മോക്കി ടേസ്റ്റായിരുന്നു അതിന്. നല്ല മസാലയൊക്കെ ചേർത്തിട്ട് ബീഫ് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാനിത് പ്രിഫർ ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഈ മസാല ഐറ്റംസിനേക്കാളും കൂടുതൽ റോ ആയിട്ട് കഴിക്കുന്നതാണ്. അതൊക്കെ കഴിച്ച് പുറത്ത് വന്നപ്പോഴത്തേക്കിനും നല്ല കസ്റ്റാർഡ് ബൺ ഇരിപ്പുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് കഴിച്ചു. ലൊക്കേഷൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ അമ്പലമുക്കുള്ള ടെക്സ് ആൻഡ് മെക്സ്.